വൈദ്യശാല ബ്രോട്ട് ടു യു ബൈ ആര്യവൈദ്യശാല കോട്ടക്കൽ. ആധികാരികമായ ആയുർവേദത്തിന്റെ പാരമ്പര്യം. നമസ്കാരം, വൈദ്യശാലയിലേക്ക് സ്വാഗതം. ആയുർവേദം കേവലം ഒരു ചികിത്സാ പദ്ധതി മാത്രമല്ല, ഒരു ജീവിതചര്യ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ രോഗപ്രതിരോധത്തിനാണ് രോഗചികിത്സയേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ആയുർവേദം ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിരവധി വിഷയങ്ങൾ ഈ എപ്പിസോഡിലും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം വൈദ്യശാലയിൽ വഴിവിളക്കുകൾ. ഇന്നത്തെ വഴിവിളക്കിൽ വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മഹാകവി, വിദഗ്ധനായ ഒരു വൈദ്യൻ കൂടിയായിരുന്നു. കവിതയും കഥകളിയും പോലെ വൈദ്യവും മഹാകവിക്ക് ഇഷ്ടവിഷയങ്ങൾ ആയിരുന്നു. കൈക്കുളങ്ങര രാമവാര്യരുടെ ആരോഗ്യ കൽപ്പദ്രുമത്തെ ആധാരമാക്കി വള്ളത്തോൾ രചിച്ച വൈദ്യഗ്രന്ഥമാണ് ആരോഗ്യ ചിന്താമണി. 22-ാം വയസ്സിലാണ് അദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ചത്. വൈദ്യഭൂഷണം, ഗർഭരക്ഷാക്രമം, വൈദ്യജീവനം, നേത്രാമൃതം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് ആയുർവേദ ഗ്രന്ഥങ്ങൾ. മഹാകവിയുടെ പുരാണകൽപിതമായ ഒരു ആട്ടക്കഥയുടെ പേര് ഔഷധാഹരണം എന്നായിരുന്നു. 1878 ജനിച്ച വള്ളത്തോൾ 1958 അന്തരിച്ചു. വൈദ്യശാലയിൽ ഇനി ഔഷധ ചെടികളെ പരിചയപ്പെടുന്ന ഔഷധ സസ്യമാണ്. ഇന്നത്തെ ഔഷധ സസ്യം അശോകം. അശോകം കടും ചുവപ്പ് നിറമുള്ള തളിരുകളായി വളർന്നു വരുന്ന വൃക്ഷമാണ്. ഇത് നട്ടുപിടിപ്പിച്ചാൽ ശോകത്തെ അകറ്റുമെന്നാണ് വിശ്വാസം. ചുവപ്പും ഓറഞ്ച് നിറവും ചേർന്ന ഇതിൻ്റെ പൂങ്കുലകൾ മനോഹരങ്ങളാണ്. ഇതിൻ്റെ തൊലിയാണ് ഔഷധമായി ഉപയോഗിക്കുന്നത്. ഗർഭാശയ സംബന്ധമായ രോഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അമിത രക്തസ്രാവത്തെ നിയന്ത്രിക്കുന്നതിന് അത്യുത്തമം. അശോകാരിഷ്ടം, അശോകഘൃതം തുടങ്ങിയ മരുന്നുകളിലെ പ്രധാന ഔഷധമാണ് അശോകം. നമ്മുടെ തൊടിയിൽ വെച്ച് പിടിപ്പിക്കാവുന്ന ഔഷധ വൃക്ഷമാണിത്. നമ്മളിൽ ഒട്ടുമിക്ക പേരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നടുവേദന. നടുവേദനയുടെ ചികിത്സ എന്താണ്, അത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം? ഈ വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് കോട്ടക്കൽ ആയുർവേദ കോളേജിലെ ഡോക്ടർ ദിലീപ് കുമാറാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നടുവേദന പ്രായഭേദമന്യേ എല്ലാവർക്കും കാണാറുണ്ട്. യുവാക്കൾക്ക് കാണാറുണ്ട്, വൃദ്ധന്മാർക്ക് കാണാറുണ്ട്. എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ? നടുവേദന ഇപ്പോൾ നമ്മുടെ ഇടയിൽ ധാരാളം കണ്ടുവരുന്നുണ്ട്. ഒരു 30% ആൾക്കാർ, രോഗികൾ ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരിൽ ഒരു 30% ആൾക്കാരിലും കണ്ടുവരുന്നത് ഒരു രോഗമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു രോഗമെന്ന് പറയുന്നതിനേക്കാൾ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നതാണ് ശരി. നിരവധി രോഗാവസ്ഥകളിൽ ഇതൊരു രോഗലക്ഷണമായിട്ട് വരാറുണ്ട്. മുഖ്യമായിട്ടും നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഈ രോഗലക്ഷണങ്ങളെ അല്ലെങ്കിൽ ഈ രോഗങ്ങളെ നമുക്ക് രണ്ടായിട്ട് വിഭജിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാകുക. ഒന്ന് ഈ ഘടനാപരമായ കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്നത്, മറ്റൊന്ന് പ്രവർത്തന വൈകല്യം കൊണ്ട് ഉണ്ടാകും. അനാറ്റമിക്കലായിട്ടും ഫിസിയോളജിക്കലും. അതെ, സ്ട്രക്ചറലായിട്ട് വരുന്ന കാരണങ്ങളുണ്ടാകും. അതിൽ ജനിതകമായ കാരണങ്ങളെ കൊണ്ട്, ജനറ്റിക്കലായിട്ടുള്ള ചില കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന ഈ സ്പൈന ബൈഫിഡ എന്നൊക്കെ പറയുന്ന ചില അവസ്ഥകളുണ്ട്. അത് നട്ടലിനെ കവർ ചെയ്യുന്ന ആ ഭാഗം, അല്ലെങ്കിൽ സുഷ്മിനെ കവർ ചെയ്യുന്ന ആ നട്ടലിൻ്റെ ഭാഗം ചേരാതിരിക്കുന്ന അവസ്ഥ. അതേപോലെ തന്നെ ഹെമി വെർട്ടിബ്ര എന്ന് പറയുന്ന നട്ടലിൽ പൂർണ്ണമായിട്ട് ഈ കശേര് പൂർണ്ണമായിട്ട് വളർച്ചയെത്താത്ത അവസ്ഥ. അതുപോലെ സ്പോണ്ടൈലോലിസ്തസിസ് എന്ന് പറയുന്ന നട്ടലിൻ്റെ ഒരു ഭാഗം തള്ളി നിൽക്കുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള ജനിതകമായ കാരണങ്ങളെ കൊണ്ട് ഇത് കാണാറുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാന കാരണമാണ് ഈ ട്രോമാറ്റിക്കായിട്ട്, ആഘാതജന്യമായിട്ട്. നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു റോഡിൻ്റെയൊക്കെ മോശം അവസ്ഥയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ തന്നെ പലപ്പോഴും ബസ്സിലിരിക്കുമ്പോഴൊക്കെ തന്നെ കൂടുതൽ ആഘാതം നട്ടലിന്, ഗട്ടർ വീഴുന്നതിലൊക്കെ ഉണ്ടാകുന്ന ആഘാതം, അതല്ലെങ്കിൽ എവിടെയെങ്കിലും വീഴ്ച സംഭവിക്കുക, ഡയറക്റ്റായിട്ട് അടിയേൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളെ കൊണ്ട് നട്ടലിന്, എല്ലിന് പൊട്ടലുണ്ടാകുകയോ ഇല്ലെങ്കിൽ അതിൻ്റെ പേശികൾക്ക്
ചതവുണ്ടാകുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഡിസ്കിന് തന്നെ ഈ നട്ടെല്ലുകൾക്കിടയിലുള്ള ഡിസ്കിന് ഉണ്ടാകുന്ന തകരാറുകളൊക്കെ ഉണ്ട്, പൊട്ടൽ കൊണ്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ നീർക്കെട്ടിലുണ്ടാകുന്ന സാഹചര്യം, ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ കൊണ്ടും ഇത് ഉണ്ടാകാറുണ്ട്. നടുവിൻ്റെ ഭാഗത്ത് ഇൻഫ്ലമേഷൻ, നടുവിൻ്റെ ഭാഗത്ത് നട്ടെല്ലിൻ്റെ സമീപത്തുള്ള പേശികൾക്ക് ഉണ്ടാകുന്ന പിന്നെ ലിഗമെൻസിനൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, നീർക്കെട്ടൽ ഒരു കാരണമാണ്. അതിന് മിക്കവാറും ഈ ഓട്ടോ ഇമ്മ്യൂണായിട്ട്, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും. അതുപോലെ ഉണ്ടാകുന്ന നട്ടെല്ലിലെ പേശികൾക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാകാം. മറ്റ് ചില രോഗങ്ങൾ, ഇപ്പോൾ TB പോലുള്ള രോഗങ്ങൾ, അതുപോലെ ആർത്രൈറ്റിസ്, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ പല അങ്ങനെയുള്ള രോഗങ്ങളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ നീർക്കെട്ടിൽ ഉണ്ടാകുകയും അത് നട്ടെല്ല് വേദനയ്ക്ക് അല്ലെങ്കിൽ നടുവേദനയ്ക്ക് കാരണമായി തീരാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റ് അപചയജന്യമായിട്ട് ഡീജനറേറ്റീവായിട്ടും ഈ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മിക്കവാറും ഈ പ്രായമായ ആൾക്കാരിൽ ഈ ഡിസ്കിൻ്റെ അതിലുള്ള ജലാംശമൊക്കെ കുറയുകയും അത് ചുരുങ്ങുകയും അത് കൂടുതൽ സ്റ്റിഫായൊക്കെ ചെയ്യുക. അതുപോലെ എല്ലുകളുടെ ആ സ്മൂത്ത്നെസ് ഒക്കെ നഷ്ടപ്പെടുമ്പോഴത്തേക്ക് അതിൽ ചെറിയ മുള്ളു പോലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഈ പേശികൾക്ക് ചെറിയ മുറിവുണ്ടാക്കുകയും അത് നട്ടെല്ല് വേദനയ്ക്ക് കാരണമായി തീരാറുണ്ട്. ഇതുകൂടാതെ തന്നെ ചിലപ്പോൾ നമുക്ക് ചിലതരം വളർച്ചകൾ, അസാധാരണമായ വളർച്ച, ഗ്രോത്ത് ഉണ്ടാകാം. അത് ഒരുപക്ഷെ ഉപദ്രവരഹിതമായിട്ടുള്ളതുണ്ടാകാം, അല്ലാതെ ചിലപ്പോൾ ക്യാൻസറസ് ആയിട്ടുള്ള ചില ഗ്രോത്തുകളൊക്കെ ഉണ്ടാകും. അതുമൂലം ഇത്തരം നടുവേദന സംഭവിക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇതിലെല്ലാം കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇൻട്രവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ്. നട്ടെല്ല് കശേരുകൾക്കിടയിലുള്ള ഡിസ്ക് അമിതമായ സമ്മർദ്ദമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘാതമോ കൊണ്ട് ഡിസ്ക് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ദ്രാവകം പോലുള്ള ഒരു വസ്തു, ന്യൂക്ലിയസ് പൾപ്പോസ് എന്ന് പറയുന്നത്, പുറത്തേക്ക് തള്ളി വന്നിട്ട് അത് നമ്മുടെ സുഷുമ്നയെ കൂടുതലായിട്ട് സമ്മർദ്ദം ഏൽപ്പിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ലിഗമെൻസിനെ കൂടുതൽ സമ്മർദ്ദമായിട്ട് ഏൽപ്പിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന വേദന. അതാണ് വളരെ സർവ്വസാധാരണമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് IVDP എന്ന് പറയുന്ന ഇൻട്രവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് ആണ്. ഇപ്പം ഒരു നടുവേദന രോഗി വരികയാണ്, അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ചികിത്സയിലോട്ട് കിടക്കുകയാണോ അതോ ഇൻവെസ്റ്റിഗേഷൻ, ചില പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടാണോ നമ്മൾ നടുവേദന രോഗിയുടെ ചികിത്സാക്രമങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്? എന്തൊക്കെ പരിശോധനകളാണ് അങ്ങനെയാണെങ്കിൽ? നടുവേദന ഉള്ള രോഗികളിൽ സാധാരണ നമ്മൾ ഒരു രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ ചില അയാളെ കാണുമ്പോഴേ തന്നെ അതിന് പിൻഭാഗം നോക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇൻട്രവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള രോഗികളുടെ അവരുടെ നിൽപ്പിൻ്റെ പൊസിഷനിലൊക്കെ തന്നെ ചെറിയ വ്യത്യാസം ഉണ്ടാകും. ആ വേദനയുള്ള ഭാഗം അല്പം ചരിഞ്ഞ് നിൽക്കുന്ന കാണാം. അതല്ലെങ്കിൽ നമ്മൾ സ്പർശനം കൊണ്ട് ആ ഭാഗത്ത് നന്നായിട്ട് അമർത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇൻഫ്ലമേഷനുള്ള ഭാഗത്താണെങ്കിൽ ശക്തിയായ വേദന ഉണ്ടാകും. അതല്ലെങ്കിൽ ഇൻട്രവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള ഭാഗത്താണെങ്കിൽ ശക്തിയായ വേദന ഉണ്ടാകും. അങ്ങനെയുള്ള ചില ലക്ഷണങ്ങളോട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ കാല് ഉയർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉയർത്തുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ഞരമ്പ് വലിയുന്നത് കൊണ്ടുണ്ടാകുന്ന വേദന ഉണ്ടാകും. അങ്ങനെയുള്ള ചില പരിശോധനകൾ കൊണ്ട് നമുക്ക് ഈ രോഗത്തെ നിർണ്ണയിക്കാൻ സാധിക്കും. അതുകൂടാതെ ഇപ്പോൾ നിരവധി പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എക്സ്റേ ആണെങ്കിലും MRI സ്കാൻ ആണെങ്കിലും CT സ്കാൻ ആണെങ്കിലും മൈലോഗ്രാഫി ഒക്കെ ആണെങ്കിലും അങ്ങനെയുള്ള നിരവധി പരിശോധനാ മുറകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് എന്താണ് രോഗകാരണം എന്ന് കണ്ടെത്താൻ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടില്ല. പ്രധാനമായിട്ട് നമുക്ക് എന്തൊക്കെ ചികിത്സകളാണ് ഈ നടുവേദനയ്ക്ക് ഉള്ളത്? ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ 3 തരത്തിലാണ് ഈ രോഗത്തെ നമ്മൾ സമീപിക്കുന്നത്. ഒന്ന് വ്രണ ചികിത്സ എന്നുള്ള രീതിയിൽ, വ്രണമായിട്ട് ചിലപ്പോൾ കാണാം. ഈ പറഞ്ഞ പോലെ പേശികൾക്കൊക്കെ വ്രണം സംഭവിക്കുന്നത് കൊണ്ടുള്ള, വ്രണം ഉദ്ദേശിച്ചത് ഇൻഫ്ലമേഷനാണോ? ഏതുതരം മുറിവുകൾ ഉണ്ടാകുക, അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പിന്നെ ഇൻഫ്ലമേഷൻ, അതിനുള്ള ചികിത്സയായിട്ട്, വ്രണ ചികിത്സയായിട്ട് നമ്മൾ അതിനെ സമീപിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഭഗ്ന ചികിത്സയായിട്ട്, അത് എല്ലുകൾക്ക് ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയായിട്ട് അതിനെ സമീപിക്കാറുണ്ട്. മറ്റൊരു സമീപനം എന്ന് പറയുന്നത് വാദവ്യാധിയായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ചികിത്സിക്കാറുണ്ട്. അപ്പോൾ ഈ രോഗത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പല കാരണങ്ങളുണ്ട്, അതിലേത് കാരണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ചികിത്സാവിധികളാണ് നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ള ഒരു ഇൻഫ്ലമേഷനൊക്കെ ആണെങ്കിൽ, ഒരു ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ചിലപ്പോൾ കടീവസ്തി എന്ന് പറയുന്ന ലോക്കലായിട്ട് തൈലം നിർത്തിക്കൊണ്ടുള്ള ചികിത്സകൾ, നടുവിൻ്റെ ഭാഗത്ത് തൈലം നിർത്തിക്കൊണ്ടുള്ള ചികിത്സ ചെയ്യും.
വ്രണരോപണത്തെ സഹായിക്കുന്ന ചില ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള തൈലങ്ങളൊക്കെ നിർത്തിക്കൊണ്ടുള്ള, അതുപോലെ തന്നെ ഉള്ളിലേക്ക് കൊടുക്കാനും അതുപോലെ നിരവധി കഷായങ്ങളും അരിഷ്ടമൊക്കെ നമ്മളതിന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതല്ലാതെ ജനറലായിട്ട് അഭ്യംഗം ചെയ്യുന്ന ചികിത്സയുണ്ട്. അഭ്യംഗം തൈലമൊക്കെ പുരട്ടിക്കൊണ്ടുള്ള വേദനാ സംഹാരികളായിട്ടുള്ള തൈലം ശരീരത്തിലെ വേദനയുള്ള ഭാഗത്ത് പുരട്ടിക്കൊണ്ടുള്ള ചികിത്സ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പരിഷേകം എന്ന് പറയുന്നത് ധാര ചെയ്തുകൊണ്ട് വേദനാ സംഹാരികളായിട്ടുള്ള ഔഷധങ്ങൾ ഇട്ട് കാച്ചി, ഇപ്പോൾ ധാന്യാമളം പോലുള്ളതോ ഇല്ലെങ്കിൽ വെപ്പുകാടി എന്ന് പറയും, അപ്പോൾ അത്തരം ഔഷധങ്ങൾ ധാര ചെയ്തുകൊണ്ട് മറ്റ് ചില പച്ചമരുന്നുകളൊക്കെ ഇട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം കൊണ്ടൊക്കെ ധാര ചെയ്ത് കഷായം കൊണ്ടൊക്കെ ധാര ചെയ്ത് ചെയ്യുന്ന ചികിത്സകളുണ്ട്. അല്ലാതെ ആലേപങ്ങൾ ലേപനം ചെയ്തുകൊണ്ടുള്ള ചില മരുന്നുകൾ അരച്ച് പുരട്ടി ചെയ്യുന്ന ചികിത്സകളുണ്ട്. ഉദാഹരണത്തിന് ഈ കറുത്തവട്ട് പോലുള്ള മരുന്നുകളൊക്കെ വേദനയുള്ള ഭാഗത്ത് നീർക്കെട്ടിലുള്ള ഭാഗത്തൊക്കെ പുരട്ടുന്നത് അവിടുത്തെ നീർക്കെട്ടിലിനെ കുറയ്ക്കാനൊക്കെ സഹായിക്കാറുണ്ട്. ഇനി അതല്ലാതെ ചെയ്യുന്ന പഞ്ചകർമ്മ ചികിത്സകളുണ്ട്. പഞ്ചകർമ്മ ചികിത്സകളിലാണെങ്കിൽ നമ്മൾ അഭ്യംഗം ചെയ്തതിന് ശേഷം സ്വേദനത്തിന് വേണ്ടിയിട്ട് ഇലകളൊക്കെ ഇട്ടുള്ള കിഴികളോ ഇല്ലെങ്കിൽ ചില പൊടികളൊക്കെ പ്രത്യേക ഔഷധ ചൂർണങ്ങളൊക്കെ ഇട്ടുള്ള കിഴിയായിട്ട് അത് ചൂടാക്കിക്കൊണ്ട് ഈ ലോക്കലായിട്ട് അതിനെ കിഴിയൊക്കെ വെച്ചുകൊണ്ട് സ്വേദനം ചെയ്തിട്ട് പിന്നീട് അതിനെ വിരേചിപ്പിച്ച് കളയുകയോ വയറിളക്കാനുള്ള മരുന്ന് കൊടുത്ത് അതിനെ വിരേചിപ്പിച്ച് കളയുകയോ അല്ലെങ്കിൽ വസ്തി കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് വാദവ്യാധിയുടെ ചികിത്സയിൽ ആയുർവേദത്തിൽ കൂടുതലായിട്ട് പറയുന്നതാണ് ഈ വസ്തി ചികിത്സയൊക്കെ. വസ്തി ചെയ്തിട്ടൊക്കെ അതിൻ്റെ ദോഷത്തെ ഇല്ലാതാക്കുന്ന ചികിത്സകളും ചെയ്യാറുണ്ട്. വൈദ്യശാല brought to you by ആര്യവൈദ്യശാല കോട്ടക്കൽ. ആധികാരികമായ ആയുർവേദത്തിന്റെ പാരമ്പര്യം. ആര്യവൈദ്യശാല കോട്ടക്കൽ. ആയുർവേദ ചികിത്സയിൽ അന്താരാഷ്ട്ര പ്രശസ്തിയാർജിച്ച ഒരു മഹത്തായ സ്ഥാപനം. പാരമ്പര്യവും ആധുനികതയും ഒത്തൊരുമിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു വിശിഷ്ട ആയുർവേദ ചികിത്സാ കേന്ദ്രം. ആര്യവൈദ്യശാല കോട്ടക്കൽ. ആധികാരികമായ ആയുർവേദത്തിന്റെ പാരമ്പര്യം. നെരോലാക്ക് എക്സൽ ടോട്ടലിനെ പറ്റി കേട്ടിട്ടില്ലേ? ഇത് ആൾഗേർ റെസിസ്റ്റന്റുവാ. നമ്മുടെ നേതാക്കന്മാരുടെ നാവിന് പറ്റിയ സാധന. ഇലക്ഷൻ കഴിഞ്ഞ അവറ്റകളുടെ നാവില് പിടിക്കല്ലേ വായല്. ഇതിന് 7 വർഷത്തെ വാറന്റി ഉണ്ട്. പിന്നെന്താ തിളക്കം. UPFL നേടിയ 4 ഗുണങ്ങളടങ്ങിയ നെരോലാക്ക് എക്സൽ ടോട്ടൽ. കാലത്തെ വെല്ലും ഇവനല്ലേ സകലകലാ വല്ലഭൻ. ഏവർക്കും പോൾ ആലുക്കാസിന്റെ പൊന്നോണാശംസകൾ. പോൾ ആലുക്കാസ് ഗ്രൂപ്പ്, ആലുക്കാസ് ജ്വല്ലറി, എറണാകുളം, പാലക്കാട്, കൊടുങ്ങല്ലൂർ. ആയുർവേദ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സന്തോഷ് ഫാർമസി. ഗുണമേന്മയ്ക്കുള്ള 9001 2000 സർട്ടിഫിക്കേഷൻ നേടിയ സന്തോഷ് ഫാർമസിയുടെ ഒരു പുതിയ ഉൽപ്പന്നമാണ് സന്തോഷ് ആരോഗ്യ പ്ലസ്. ശരീരം മെലിഞ്ഞ് ബലക്ഷയമുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും തടിയും തൂക്കവും വർദ്ധിപ്പിച്ച് ആരോഗ്യവും ശരീര സൗന്ദര്യവും പ്രദാനം ചെയ്യുന്നു. പ്രസവരക്ഷയ്ക്കും അത്യുത്തമം. ഒരു സാധാരണ കേൾവി ഉപകരണമല്ല, മൾട്ടിപ്പിൾ മെമ്മറിയും കൃത്രിമ ഇന്റലിജൻസുമുള്ള ലോകത്തിലെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ കേൾവി സഹായിയാണ് ഇന്ത്യയിൽ ഹിയർവെൽ ക്ലിനിക് നൽകുന്നത്. ഹിയർവെൽ ക്ലിനിക്, റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡ്, വികാസ് ബിൽഡിംഗ്, കോഴിക്കോട്. നിങ്ങൾക്കായി പൊന്നിൻ പൂക്കളങ്ങൾ വിരിച്ച് ആഘോഷത്തിമിർപ്പിന്റെ പൊന്നൂഞ്ഞാൽ കെട്ടിയ മലബാർ ഗോൾഡിനൊപ്പം എന്റെയും പൊന്നോണാശംസകൾ. മലബാർ ഗോൾഡ്, ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി. ഇത്തവണത്തെ ഓണത്തിൻ്റെ കാലത്ത് അയൽവാസികളും കുടുംബാംഗങ്ങളും എല്ലാം ഒന്നു ചേർന്നിരുന്ന് സന്തോഷത്തോടുകൂടി കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മലയാളികൾ സന്തോഷത്തോടു കൂടിയിട്ട്, സൗഹൃദത്തോടു കൂടിയിട്ട്, ഐകമത്യത്തോടു കൂടിയിട്ട്, മതേതരത്വത്തിൻ്റെ ആ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇത്തവണത്തെ ഓണത്തിനെ ഞാൻ അവർക്കെല്ലാവർക്കുമുള്ള ലോക മലയാളി ജനതയ്ക്കും മലയാളികളെ അല്ലാത്ത നമ്മുടെ സഹോദരങ്ങൾക്കും ഇത്തവണത്തെ ഓണത്തിനുള്ള എൻ്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. നമുക്ക് യോഗയ്ക്ക് ആയുർവേദത്തിൽ നടുവേദനയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നടുവേദന ഉണ്ടാകുന്നതിന് ഘടനാപരമായ നിരവധി കാരണങ്ങളുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ ചില പ്രവർത്തന വൈകല്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന നടുവേദനയുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ തെറ്റായ രീതിയിൽ ഇരിക്കുക,
പിന്നെ അല്ലെങ്കിൽ ശരീരത്തെ തീരെ പ്രവർത്തിപ്പിക്കാതിരിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും അമിതമായിട്ട് ചില ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക പോസ്റ്ററിലിരുന്ന് കൂടുതലായിട്ട് ജോലി ചെയ്യുക. ഇപ്പോൾ നമുക്ക് കുനിഞ്ഞിരുന്നൊക്കെ ജോലി ചെയ്യുന്ന ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു മണിക്കൂറുകളോളം ഒരേ പോസ്റ്ററിലിരുന്ന് ജോലി ചെയ്യുന്ന ഇത്തരം കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന ചില ഫങ്ഷണലായിട്ടുള്ള ചില ഡിസോർഡേഴ്സ് ഉണ്ട്. അത്തരം പ്രശ്നങ്ങളും അതേപോലെ തന്നെ മാനസികമായ ചില കാരണങ്ങളെ കൊണ്ടും നടുവേദന ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് മനസ്സിന് വല്ലാത്ത ടെൻഷൻ വരികയാണെങ്കിൽ, സംഘർഷം വരുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം സംഘർഷങ്ങൾ നമ്മുടെ ലിംബിക് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുകയും അത് നമ്മുടെ ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ ബാധിക്കുകയും നട്ടലിൻ്റെ ഭാഗത്തെ പേശികൾക്ക് കൂടുതൽ സങ്കോചം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഈ സങ്കോചം ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടേക്കുള്ള രക്തപ്രവാഹം കുറയുകയും അത് നടുവേദനയ്ക്ക് കാരണമായി തരുന്നുണ്ട്. അത്തരം അവസ്ഥകളിൽ യോഗ ചികിത്സ വളരെ ഫലപ്രദമായിട്ട് കാണാറുണ്ട്. ഈ നടുവേദനയുടെ എല്ലാ അവസ്ഥകളിലും, അതായത് തീവ്രമായ വേദനയുള്ള അവസ്ഥ, വേദന കുറഞ്ഞ അവസ്ഥ, പിന്നെ തൽക്കാല അസുഖം മാറി നിൽക്കുന്ന അവസ്ഥ, ഇതെല്ലാത്തിനും ഒരേ ആസനങ്ങളാണോ, യോഗിക് പോസ്റ്റേഴ്സ് ആണോ ചെയ്യേണ്ടത്, അതോ ഓരോന്നിനും ഓരോ പോസ്റ്റേഴ്സ് ഉണ്ടോ? അല്ല, നമ്മൾ വളരെ അക്യൂട്ടായിട്ടുള്ള സ്റ്റേജിൽ, ഇപ്പോൾ ഈ ഇൻഫ്ലമേഷനൊക്കെ ഉള്ള നീർക്കെട്ടിലൊക്കെ ഉള്ള സ്റ്റേജിലാണെങ്കിൽ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ടുന്നത് വിശ്രമമാണ്. ആയുർവേദത്തിലൊക്കെ കപാട ശയനം എന്നാണ് പറയുന്നത്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ മലർന്ന് കിടക്കുക എന്നുള്ളതാണ് ബെഡ് റെസ്റ്റ് ആണ്. പക്ഷേ ബെഡ് റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ചെറിയ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം സ്ഥിരമായിട്ട് വളരെ ദീർഘനാൾ കൊടുക്കുന്ന ബെഡ് റെസ്റ്റ് കൊണ്ട് അവിടുത്തെ പേശികൾക്ക് ശോഷിപ്പ് വരാൻ സാധ്യതയുണ്ട്. അതുതന്നെ പേശികൾക്ക് അതിൻ്റെ സങ്കോച വികാസങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോകാൻ സാധ്യത, മസിൽ വേസ്റ്റിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് പോലും നമ്മൾ ബെഡ് റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് പോലും വളരെ ലളിതമായിട്ടുള്ള ചെറിയ ചലനങ്ങൾ കൊടുത്തുകൊണ്ട് മൊബിലിറ്റി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സൂക്ഷ്മവ്യായാമം, യോഗയിൽ പറയുന്ന ചില സൂക്ഷ്മവ്യായാമ പ്രാക്ടീസസ് ഒക്കെ ആ സമയത്ത് ചെയ്യാറുണ്ട്. അതിൽ നിന്ന് വിമുക്തമായി കഴിഞ്ഞാൽ, അക്യൂട്ട് പെയിൻ മാറിക്കഴിഞ്ഞാലും എങ്കിൽ പോലും ചിലപ്പോൾ തുടർച്ചയായിട്ട് ഒരു 15 മിനിറ്റൊക്കെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ചിലപ്പോൾ നിൽക്കാൻ പറ്റും, പക്ഷേ ഒരു 15 മിനിറ്റൊക്കെ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ വേദന അനുഭവപ്പെടും. അല്ലെങ്കിൽ ഒരു 300 മീറ്ററിൽ കൂടുതൽ നടക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്റ്റേജിനെ നമ്മൾ അക്യൂട്ട് സ്റ്റേജ് എന്നാണ് പറയുക. ആ അക്യൂട്ട് സ്റ്റേജിൽ വളരെ ലളിതമായിട്ടുള്ള യോഗാസനങ്ങൾ ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മലർന്ന് കിടന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന, മലർന്നോ കമിഴ്ന്നോ കിടന്ന് ചെയ്യാൻ കഴിയുന്ന ആസനങ്ങൾ തിരഞ്ഞെടുക്കുക. കാരണം ഏറ്റവും കൂടുതൽ നട്ടെല്ലുകൾക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നത് നിൽക്കുമ്പോഴും അതുപോലെ ഇരുന്നിട്ട് കുമ്പിട്ട് നിൽക്കുന്ന സമയത്താണ്. പക്ഷേ മലർന്ന് കിടക്കുമ്പോഴാണ് ഏറ്റവും കുറഞ്ഞ നട്ടെല്ലിന് സമ്മർദ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ നട്ടെല്ലിന് സമ്മർദ്ദം ഏറ്റവും കുറച്ചുകൊണ്ട് ഉള്ള ചില യോഗാസനങ്ങൾ മുറകളൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. അതിൽ പിന്നെ സുപ്ത ഉദര കർഷണാസനം എന്ന് പറയുന്ന ആസനങ്ങൾ, ഉത്താനപാദാസനം, പാദോത്താനാസനം, ഭുജംഗാസനം, അർത്ഥഭുജംഗാസനം, അർത്ഥ ശലഭാസനം പോലുള്ള ആസനങ്ങളൊക്കെ അവിടെ ചെയ്യിപ്പിക്കാറുണ്ട്. അതിനുശേഷം ഇതെല്ലാം വളരെ ലളിതമായിട്ട് ഈ ആസനങ്ങൾ വളരെ സാവധാനത്തിൽ ചെയ്യിപ്പിച്ചിട്ട് ശവാസനം ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും ആസനം ഒരാൾക്ക് നടുവേദന വരാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും അങ്ങനെ ആസനങ്ങളുണ്ടോ, യോഗിക് പോസ്റ്റേഴ്സ്? തീർച്ചയായിട്ടും നമുക്ക് ഈ ബാക്ക് പെയിൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ നിരന്തരമായിട്ട് അവർ യോഗ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അത് പിൽക്കാലത്ത് പ്രത്യേകം ഇല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി മാറ്റണ്ട. നിരന്തരമായിട്ട് യോഗാസനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ശരീരത്തിലെ പേശികൾക്ക്, എല്ലാ പേശികൾക്കും വേണ്ടുന്ന വ്യായാമം കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നട്ടെല്ലിൻ്റെ ഭാഗത്ത് പേശികൾക്ക് നിരന്തരമായ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വളരെയധികം സഹായിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആസനങ്ങളൊന്നും ചെയ്യേണ്ട, വളരെ ലളിതമായിട്ടുള്ള ആസനങ്ങൾ നിത്യേന പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആസനം നമുക്ക് പേരെടുത്ത് പറയാൻ സാധിക്കുമോ, എല്ലാവർക്കും പരിശീലിക്കാൻ വേണ്ടി സിമ്പിളായിട്ട് നടുവേദന വരാതിരിക്കാൻ? യോഗാസനങ്ങളുടെ കാര്യത്തിൽ പറയണത് ഏതെങ്കിലും ഒരു ആസനം മാത്രമായിട്ട് നിത്യേന ചെയ്യുന്നത് ശരിയല്ല. കാരണം വിവിധ ശരീരത്തിലെ എല്ലാ പേശികളെയും ഒരു രീതിയിൽ ഉത്തേജിപ്പിക്കുകയും അതുപോലെ തന്നെ വേണ്ടുന്ന റിലാക്സേഷൻ കൊടുക്കുകയാണ് യോഗാസനങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ഏതെങ്കിലും ഒരു ആസനം മാത്രമായിട്ടത് പരിശീലിക്കുമ്പോൾ അത് ആ ആസനങ്ങൾക്ക് കൂടുതൽ എക്സ്ട്രാ എഫർട്ട് കൊടുക്കുകയും മറ്റ് ആസനങ്ങൾ അതിനോട് സമാനമായിട്ട് വേണ്ടുന്ന എക്സസൈസ് കിട്ടാതെ വരുന്നൊരു സാഹചര്യം വരും. അത് യോഗ പരിശീലനത്തിൽ അനുയോജ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആസനങ്ങൾ, സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ആസനങ്ങൾ കമ്പൈൻഡ് ആയിട്ട് ചെയ്യുന്നത്, ഒരു ചെറിയൊരു പാക്കേജ് പോലെ ആസനങ്ങൾ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം സൂര്യനമസ്കാരം പോലുള്ള ആസനം ചെയ്യുക. ആ സൂര്യനമസ്കാരത്തിൽ പോലും ഏകദേശം 12 പോസ്റ്റേഴ്സ്
സ്റ്റെപ്സ് ഉണ്ടല്ലേ? സ്റ്റെപ്സ് ഉണ്ട് കളക്റ്റീവായിട്ട്. അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പാക്കേജ് പോലെ എന്തെങ്കിലും ചെയ്യുന്നതിന് കുഴപ്പം. സൂര്യ നമസ്കാരം നമുക്ക് ഡെയിലി ചെയ്യുന്നത് നല്ലതാണ്. അത് ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പ്രിവെൻറ്റീവായിട്ട് നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. നടുവേദനയെ പറ്റി ഡോക്ടർ ദിലീപ് കുമാർ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഇനി വൈദ്യശാലയിൽ ഒരു ഇടവേള. വൈദ്യശാല ബ്രോട്ട് യു ബൈ ആര്യവൈദ്യശാല കോട്ടക്കൽ. ആധികാരികമായ ആയുർവേദത്തിന്റെ പാരമ്പര്യം. ഏവർക്കും പോൾ ആലുക്കാസിന്റെ പൊന്നോണാശംസകൾ. പോൾ ആലുക്കാസ് ഗ്രൂപ്പ് ആലുക്കാസ് ജ്വല്ലറി, എറണാകുളം, പാലക്കാട്, കൊടുങ്ങല്ലൂർ. ആര്യവൈദ്യശാല കോട്ടക്കൽ. ആരോഗ്യ സംരക്ഷണത്തിൽ പരമ്പരാഗതമായ സമ്പ്രദായങ്ങൾ, പരിശുദ്ധി നിലനിർത്തുന്ന ശുഷ്കാന്തി ഇവിടത്തെ ആയുർവേദ ചികിത്സാ രീതിയുടെ പ്രത്യേകതകളാണ്. ആര്യവൈദ്യശാല കോട്ടക്കൽ. ആധികാരികമായ ആയുർവേദത്തിന്റെ പാരമ്പര്യം. നിങ്ങൾക്കായി പൊന്നിൻ പൂക്കളങ്ങൾ വിരിച്ച് ആഘോഷത്തിമിർപ്പിന്റെ പൊന്നൂഞ്ഞാൽ കെട്ടിയ മലബാർ ഗോൾഡിനൊപ്പം എന്റെയും പൊന്നോണാശംസകൾ. മലബാർ ഗോൾഡ്, ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി. നിങ്ങൾക്കും കുടുംബത്തിനും ACCയുടെ ഓണാശംസകൾ. നിങ്ങൾക്കായി പൊന്നിൻ പൂക്കളങ്ങൾ വിരിച്ച് ആഘോഷത്തിമിർപ്പിന്റെ പൊന്നൂഞ്ഞാൽ കെട്ടിയ മലബാർ ഗോൾഡിനൊപ്പം എന്റെയും പൊന്നോണാശംസകൾ. മലബാർ ഗോൾഡ്, ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി. മനോരമ ന്യൂസ് പ്രേക്ഷകർക്കും എല്ലാ മലയാളികൾക്കും, മറുനാടൻ മലയാളികളടക്കമുള്ള എല്ലാവർക്കും എൻ്റെ തിരുവോണത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഞാൻ മാവേലിയായ മഹാബലിയും കൂടെ ആയി കഴിഞ്ഞാൽ തീർന്നു. എൻ്റെ ജീവിതം ഒരു വഴിക്കാവും. എനിക്ക് മാവേലിനി ആവാൻ അവസരം കിട്ടിയാൽ മഹാബലി. മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ മാവേലിയായ കാണുക താരമാണ് മാവേലി. തിരുവോണ നാളിൽ രാത്രി 8:30. ബ്രോട്ട് യു ബൈ പോൾ ആലുക്കാസ് ഗ്രൂപ്പ് ആലുക്കാസ് ജ്വല്ലറി, എറണാകുളം, പാലക്കാട്, കൊടുങ്ങല്ലൂർ. ഇൻ അസോസിയേഷൻ വിത്ത് The power of dressing. Karakinate Group of Textiles. UPFL നേടിയ 4 ഗുണങ്ങളടങ്ങിയ നെറോലാക് എക്സൽ ടോട്ടൽ. ഇവനല്ലേ സകലകലാ വല്ലഭൻ. Celebrations in silk since 1947. ക്രിസ്റ്റൽ ഗ്രൂപ്പ്, the largest providers of customized flats and villas. നമ്മൾ വീട്ടിലിപ്പോൾ സാധാരണയായിട്ട് നടുവേദന വരുമ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൈലം ഇട്ട് തടവുക, ഒന്ന് കാലൊക്കെ പിടിച്ച് വലിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ചികിത്സാ രീതി ചെയ്യുന്നു. ഇത് ശരിയാണോ? ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ഈ വളരെ ലളിതമായ ചില കാരണങ്ങളെ കൊണ്ട്, ഈ പോസ്ചേഴ്സിൻ്റെ കുഴപ്പങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്നതുകൊണ്ടുണ്ടാകുന്ന നടുവേദനയാണെങ്കിൽ അത്തരം തൈലവിട്ടൊന്നും മെല്ലെ തടവുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഈ IVDP പോലുള്ള ഡിസ്ക് പ്രൊലാപ്സ് പോലുള്ള കണ്ടീഷനിലോ ഇല്ലെങ്കിൽ നട്ടലിനുണ്ടാകുന്ന ഫ്രാക്ചറോ ഒക്കെ സാഹചര്യത്തിൽ ഇങ്ങനെ തൈലമിട്ട് ശക്തമായിട്ട് ഒഴിയുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് വളരെ ചെറിയ രീതിയിൽ തൈലമിട്ട് മെല്ലെ ഒന്ന് തടവുന്ന അവിടെയുള്ള പേശികൾക്ക് നല്ല റിലാക്സേഷൻ കിട്ടാൻ സഹായിക്കും. അവിടുത്തെ ഈ സങ്കോചത്തെ ചുരുക്കാനോ റിലാക്സേഷൻ കിട്ടാനൊക്കെ സഹായിക്കും. അത് അങ്ങനെ ചെയ്യുന്നതിൽ വിരോധമില്ല. പക്ഷെ പലരും ചെയ്യുന്നത് ഈ അവരുടെ എല്ലാ ശക്തി ഉപയോഗിച്ചിട്ട് ശക്തമായിട്ട് അമർത്തി ഒഴിയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അമർത്തി ഒഴിഞ്ഞു കഴിഞ്ഞാൽ വേദന പെട്ടെന്ന് പോകുന്നൊരു കൺസെപ്റ്റ് കാണാറുണ്ട്. തീർച്ചയായിട്ടും അത് ഗുണത്തെക്കാളേറെ പലപ്പോഴും ദോഷമാണ് ചെയ്യുന്നത്. അതൊരിക്കലും അത് ഒരു വിദഗ്ധൻ്റെ ഉപദേശത്തോട് മാത്രമേ അത്തരം തരത്തിലുള്ള ഒഴിച്ചിലുകളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നടുവേദന വരാതിരിക്കാനും നടുവേദന ഉള്ളവർക്കും ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ ഏതൊക്കെയാണ്? ഒന്നാമത് ജീവിതശൈലിയിൽ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നട്ടലിലെ ഭാഗത്തെ പേശികൾക്ക് അമിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. തുടർച്ചയായിട്ട് നമ്മളൊരു പോസ്റ്ററിൽ ഇരിക്കുന്നത് ശരിയല്ല. ഇടയ്ക്ക് വിശ്രമം, ആ പോസ്റ്റർ മാറ്റുക അല്ലെങ്കിൽ ആവശ്യമായ വിശ്രമം നട്ടലിൻ്റെ ഭാഗത്തെ പേശികൾക്ക് നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ നിത്യേന നട്ടലിൻ്റെ ഭാഗത്തെ പേശികൾക്ക് വ്യായാമം കിട്ടുന്ന ഏതെങ്കിലും ശീലം നമുക്ക് വേണം. അതിൽ യോഗ പരിശീലിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. കാരണം യോഗയിൽ വേണ്ടുന്ന എക്സസൈസും കിട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് പേശികൾക്ക് ആവശ്യമായ വിശ്രമവും കൂടെ കിട്ടുന്ന ഒരു മെത്തേഡാണ്. അതേപോലെ തന്നെ മലബന്ധം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മലബന്ധം പലപ്പോഴും ഈ നടുവേദനയ്ക്ക് ഒരു കാരണമായി തീരാറുണ്ട്. അപ്പോൾ ആഹാര കാര്യങ്ങൾ അത്തരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ എരിവ് പുളിയുള്ള ആഹാരമൊക്കെ നിത്യേന ശീലിക്കുന്നതുകൊണ്ട് കൂടുതൽ മലബന്ധം ഉണ്ടാകുന്നത് അത് നടുവേദനയ്ക്ക് കാരണമായി തീരാറുണ്ട്. അതുതന്നെ ഭാരമുള്ള വസ്തുക്കൾ കുമ്പിട്ട് എടുത്ത് പൊക്കുന്നത്
ഒഴിവാക്കേണ്ടതുണ്ട്. കഴിയുന്നതും മെല്ലെ തറയിലേക്ക് ഇരുന്നുകൊണ്ട് മുട്ട് മടക്കിയിട്ട് എടുക്കുന്നതല്ല, നേരെ മുമ്പോട്ട് കുനിഞ്ഞിട്ട് ഭാരപ്പെട്ട കാര്യങ്ങൾ എടുത്തു പൊക്കുന്നത് നടുവേദനയ്ക്ക് കാരണമായി തീരാറുണ്ട്. നന്ദി ഡോക്ടർ. താങ്ക് യു. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം സൂക്ഷിച്ചു വെക്കേണ്ടുന്ന ചില ഔഷധങ്ങളെ പരിചയപ്പെടുന്ന ഭാഗമാണ് ഔഷധച്ചെപ്പ്. ഇന്നത്തെ ഔഷധച്ചെപ്പിൽ താലിസപത്രാദി ചൂർണം. ആയുർവേദ മരുന്നുകളിൽ വളരെയധികം ഉപയോഗം വരുന്നതും വീട്ടിൽ സൂക്ഷിക്കാൻ എളുപ്പമുള്ളതുമായ ഒന്നാണ് താലീസപത്രാദി ചൂർണം. ചുക്ക്, കുരുമുളക്, തിപ്പലി എന്നീ ഔഷധദ്രവ്യങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. കഫദോഷത്തിനാണ് ഈ ഔഷധം പ്രധാനമായി ഉപയോഗിക്കുന്നത്. തൊണ്ടവേദന, ശ്വാസം മുട്ടൽ, ചുമ, ജലദോഷം എന്നീ അസുഖങ്ങൾക്ക് വേഗത്തിൽ ശമനം ലഭിക്കാൻ ഈ ചൂർണം വളരെ നല്ലതാണ്. 5 മുതൽ 15 ഗ്രാം വരെ തേനിൽ ചാലിച്ച് പലവട്ടം കഴിക്കാവുന്ന ഔഷധമാണിത്. പൊടിയുടെ രൂപത്തിലുള്ള ഔഷധമായതിനാൽ സൗകര്യപ്രദമായി കൊണ്ടു നടക്കുകയും കഴിക്കുകയും ചെയ്യാം. ഇന്നത്തെ വൈദ്യശാല ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, വൈദ്യശാല, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഇമെയിൽ www.manoramanews.com/വൈദ്യശാല.